നാടെങ്ങും പുതുവത്സര ആഘോഷങ്ങളിലാണ്. നമ്മളോടൊപ്പം മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട ഗായകൻ, എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഏറ്റവും ഇഷ്ടപ്പെട്ട ഗായകരിൽ ഒരാൾ ജോബ് കുര്യനാണുള്ളത്. ഹായ് ജോബ്, 2026 നമ്മൾ കിടക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ ചോദിക്കാനുള്ളത്, 2026 ഇങ്ങനെ ഒരു മാറ്റം ജീവിതത്തിൽ കൊണ്ടുവരണമെന്ന് ജോബ് കരുതുന്നുണ്ടെങ്കിൽ അത് എന്തായിരിക്കും? അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഉറപ്പായിട്ടും. ഇന്നലെയും കൂടെ ഇങ്ങനെ റെസൊല്യൂഷനൊക്കെ എപ്പോഴും എടുക്കുമെങ്കിലും ഒന്നും നടക്കാറില്ലേ. അപ്പോൾ ഇത്തവണ ഞാൻ വെച്ച് റെസൊല്യൂഷൻ എന്തെങ്കിലുമൊക്കെ നടത്തണം. എന്നുവെച്ചാൽ ഓഫ് കോഴ്സ് നമ്മൾ ബീങ് പെർഫോമേഴ്സ്, നമ്മൾ സ്റ്റേജിൽ കയറുമ്പോഴുള്ള കോൺഫിഡൻസും ഒക്കെ നമ്മളുടെ ഒരു ഫിറ്റ്നസ്സും ഒക്കെ ബാധിക്കും. ഒന്നെ ഏജ് പിക്ക് ചെയ്ത് വരുമ്പോഴേ എല്ലാം ഒരുമിച്ച് വരുന്നതാണല്ലോ ഒരു കോൺസെർട്ട്. അപ്പോൾ ഇത്തവണ കാര്യമായിട്ട് ഒന്ന് ഡയറ്റൊക്കെ പിടിക്കാം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. ഹോപ്പ്ഫുള്ളി നടക്കട്ടെ. മധുരമാണ് ഏറ്റവും വലിയ വീക്ക്നെസ്. അത് കട്ട് ചെയ്യാന്ന് പറയുന്നത് വലിയ പാടാണ്. പിടിക്കണം. ഇപ്പൊ ജോബിന്റെ ന്യൂ ഇയർ റെസൊല്യൂഷൻ ഷുഗർ കട്ടാണ്. എത്ര പേര് എത്ര ദിവസമാണെന്ന് അറിയില്ല, പക്ഷെ ഇത്തവണ എനിക്ക് തോന്നുന്നു ഇത്തവണ നടത്തണം എന്നുള്ളതാണ്. ഞാനൊരു കാര്യം പറയട്ടെ, ഭയങ്കര പാടാണ് കേട്ടോ. ഞാൻ ന്യൂ ഇയറിന് മുൻപ് തന്നെ ഒരാഴ്ച ചെയ്തു നോക്കി, പക്ഷേ ഇടയ്ക്കിടയ്ക്ക് എടുക്കും, ഒരു മാസമൊക്കെ എടുക്കും, പിന്നെ പിടിവിടും. ഇപ്പോൾ പക്ഷെ ഇത്തവണ കുറച്ച് കാര്യമായിട്ട് പിടിക്കണം എന്ന് ഫീൽ. പിന്നിൽ താങ്കളുടെ സഹധർമ്മിണി ആതിരയാണ്. ഇല്ലല്ല, സ്വന്തമായിട്ട് തോന്നുമല്ലോ, നമുക്ക് തന്നെ തോന്നണം, അല്ലാതെ ആര് പറഞ്ഞിട്ട് ഇത് കാര്യമില്ലല്ലോ. പിന്നെ ഓഫ് കോഴ്സ് കുറച്ചും കൂടെ എൻ്റെ വലിയൊരു ഡ്രീം പ്രോജക്റ്റ് ജോബ് കുര്യൻസ് 10 എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ് വരുന്നുണ്ട് 2026. എന്താണത്? അത് എൻ്റെ ഒരു 10 പാട്ട് ഒറിജിനൽ 10 ട്രാക്സ്, 10 എന്നുള്ളതാണ് പേര്. അപ്പോൾ അതിൻ്റെ ഷൂട്ട് ഫെബ്രുവരി ഏപ്രിൽ മെയ്യിലൊക്കെ റിലീസ് പ്രേക്ഷകർക്ക് കൊടുക്കണമെന്ന് വിചാരിക്കുന്നു. ഇപ്പം ജോബിൻ്റെ പാട്ടുകൾ എന്ന് പറയുമ്പോൾ പദയാത്ര, ഭാവം, അങ്ങനെ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പാട്ടുകളുണ്ട്. അപ്പോൾ അതിലെ ഒരു 10 ലിസ്റ്റിൽ പെടുന്ന പാട്ടുകളാവട്ടെ 10 എണ്ണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. മറ്റൊരു കാര്യമൊക്കെ അറിയാം, ജോബ് അങ്ങനെ ഇൻ്റർവ്യൂവിന് വരുമ്പോൾ പാട്ടൊന്നും പാടില്ല. ഇപ്പോൾ വല്ല 2 വരി പാടാൻ ആഗ്രഹിക്കുന്നുണ്ടോ? എന്നിലെ ചുടുതാളമായൊരു യാത്രയായി പദയാത്രയായി ഗതകാലമേ കുളിരോർമയായി ഒരു യാത്രയായി പദയാത്രയായി. ജോബ് ഒരു നല്ല ഗായകൻ എന്നുള്ളതിനപ്പുറത്ത് ഒരുപാട് ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക്കിന് വേണ്ടിയിട്ട് നിലയുറപ്പിക്കുന്ന ഒരാൾ കൂടിയാണ്. ആ തരത്തിൽ കൂടിയുള്ള സ്നേഹം സംഗീത ആസ്വാദകർക്കെല്ലാം ജോബിനോടുണ്ട്. അപ്പോൾ 2026 താങ്കൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ ഇങ്ങനെ ആ 10 പാട്ടുകൾ, അതോടൊപ്പം തന്നെ ഒരുപാട് വേദികൾ കീഴടക്കാൻ പറ്റട്ടെ എന്നുകൂടി ആശംസിക്കുകയാണ്. അതോടൊപ്പം തന്നെ പിന്നണി ഗാനത്തിലും സജീവമായി നിലകൊള്ളാൻ കഴിയട്ടെ. അപ്പോൾ ഇടയ്ക്കൊക്കെ പാട്ടുവഴിയുമായിട്ട് സഹകരിക്കുക. ആയിക്കോട്ടെ, ഉറപ്പായിട്ടും. നിങ്ങൾ നമ്മുടെ സ്ഥിരം ആളല്ലേ. ഒരുപാട് സന്തോഷം. ഹാപ്പി ന്യൂ ഇയർ. ഇപ്പം SKNനും നമ്മുടെ 24 പ്രേക്ഷകരും കാണുന്നുണ്ട്, അവരോട് എന്താണ് അങ്ങേക്ക് പറയാൻ? സാർ നമസ്കാരം. ശ്രീകണ്ഠൻ സാറിൻ്റെ അടുത്ത് പ്രത്യേകം വിഷസ് അറിയിക്കുന്നു. മകൻ ശ്രീരാജ് എൻ്റെ സുഹൃത്താണ്. പിന്നെ എല്ലാവരിലും ഉപരി പ്രേക്ഷകനോട് പ്രത്യേകം നന്ദി. 2025 സൂപ്പറായിരുന്നു. നിങ്ങളൊക്കെയാണ് കാരണം. കുറേ നല്ല വേദികളിൽ പാടാനും ഒക്കെ പറ്റി. കണ്ണോട് കണ്ണായിടം എന്ന് പറഞ്ഞ പാട്ട് നിങ്ങൾ തിരിച്ചു കൊണ്ടുവന്നു. വാസ് എ വണ്ടർഫുൾ ഇയർ. 26 എൻ്റെ ഈ 10 പാട്ടുകളുടെ ഇത് ഞാൻ മാക്സിമം ശ്രമിക്കുകയാണ്. നിങ്ങൾ കേൾക്കുക. 2026 നിങ്ങൾക്കെല്ലാം എന്താ പറയുക അടിപൊളിയാവട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ വളരെ നന്ദി ജോബ്, ഇത്രയധികം സമയം സഹകരിച്ചതിന്. ക്യാമറമാൻ മുനീഫ് തിരൂരിനൊപ്പം നിഖിൽ പ്രമേഷ്, 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.